ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കുന്ന ചോക്ലേറ്റ് ഐസ്ക്രീമാണ്. ഇതിൽ ഞാനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർക്കുമ്പം ഇതിനൊരു പ്രത്യേക രുചിയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഐസ്ക്രീം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 500 ml ഫുൾ ഫാറ്റ് മിൽക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിനി ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. സ്പൂണിൻ്റെ അളവിലാണെങ്കിൽ ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര അതിൽ ചേർത്തോളൂ. ഇനി 3 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. പഞ്ചസാര പാലിൽ ഒന്ന് അലിയുന്നിടം വരെ അതൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഒരു 3 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കത് ആ പാലിൽ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ കൊക്കോ പൗഡറിന് പകരം മിഠായി, ചോക്ലേറ്റ് ഫ്ലേവർ മിഠായികളുണ്ടല്ലോ, ഉദാഹരണത്തിന് ഡയറി മിൽക്കൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കൊക്കോ പൗഡർ അതിലൊന്ന് മിക്സ് ആയിട്ടുണ്ട്. പിന്നെ ഞാനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുമെന്ന് പറഞ്ഞായിരുന്നു. വേറൊന്നുമല്ല, ഒരു 1/2 ടീസ്പൂണ് കോഫി പൗഡറാണ്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ അതൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്ത് കോഫി പൗഡറും കൊക്കോ പൗഡറും കോൺഫ്ലവറും എല്ലാം പാലിലൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ കൈ വിടാതെ ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും ഇത് കുറച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് ചൂടാറിയപ്പം കുറച്ചും കൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചിട്ടെടുക്കണം. അത് ഈ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങളതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കുക. അപ്പോൾ മധുരം കുറവാണെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണും കൂടി പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടിച്ചിട്ടെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള കറക്റ്റ് മധുരം കിട്ടുന്നതായിരിക്കും. ഇനി ഐസ്ക്രീം ഒരു 4 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് നമുക്ക് തണുപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇവിടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്നും കൂടി ഒരു ജാറിലിട്ട് അടിച്ചിട്ടെടുക്കണം. പാത്രത്തിൽ നിന്ന് ഐസ്ക്രീം ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഐസ്ക്രീം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചിട്ടെടുക്കാം. ഇനി ഐസ്ക്രീം നമ്മൾ നേരത്തെ ഒഴിച്ചു വെച്ച ആ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു വെച്ചിട്ട് ഒരു 8 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പം തന്നെ കുറച്ച് ചേരുവകൾ കൊണ്ട് തയ്യാറാക്കിയിട്ടെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ്. ക്രീമിൻ്റെ ഒന്നിൻ്റെയും തന്നെ ആവശ്യമില്ല. നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് ഐസ്ക്രീം തയ്യാറാക്കിയിട്ടെടുക്കാം. ഇത് കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല അടിപൊളി രുചിയാണ് ഇത് കഴിക്കാനായിട്ട്. എങ്കിൽ ശരി, ഞാൻ അടുത്ത ദിവസം ഇതിലും നല്ല റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. എങ്കിൽ ശരി, ഓക്കെ, ബൈ.